കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ അടിസ്ഥാന വേദോപദേശങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചുരുക്കമായിട്ട് എന്താണ് ക്രിസ്ത്യ ഉപദേശമെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് നമ്മൾ കുറേ ചോദ്യങ്ങൾ വരികയും അതിനുത്തരം നൽകുകയും ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്ന് ഒരു വിഷയം വന്നത്. ഇനി നമ്മൾ വീണ്ടും അടിസ്ഥാന വേദോപദേശങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ്. നമ്മൾ ഇത്രയും നേരവും പറഞ്ഞു തീർത്തത് ക്രിസ്തു ആരാണെന്നും വേദപുസ്തകം എന്താണെന്നും ദൈവം ആരാണെന്നും ഇങ്ങനെയുള്ള ദൈവികമായ വെളിപ്പാടുകളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നാളും ദൈവം ആരാണ്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളിലേക്കാണ് നമ്മൾ പോയിരുന്നത്. യേശുക്രിസ്തു ആരാണെന്ന്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും അറ്റോൺമെൻറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇതെല്ലാം അടിസ്ഥാനപരമായി എല്ലാ ക്രിസ്ത്യ സഭകളും, അതായത് കൾട്ടുകളല്ലാത്ത സഭകളെല്ലാം വിശ്വസിക്കുന്ന പ്രമാണങ്ങളാണ് നമ്മൾ ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചും മനുഷ്യൻ എങ്ങനെയാണ് പാപത്തിൽ വീണുപോയതെന്നും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു വേദശാസ്ത്രപരമായ വളരെ ലഘുവായ പരാമർശങ്ങളിലൂടെ നമ്മൾ ആ പഠനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെ ഉപദേശമല്ല. ഇവാഞ്ചലിക്കൽ ഡോക്ട്രിൻ എന്ന് പറയുന്നത്, അതായത് സുവിശേഷം വിശ്വസിക്കുന്ന സഭകൾ, സുവിശേഷ വിഹിത സഭകൾ ലോകമെമ്പാടും അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇനി മുമ്പോട്ട് പഠിക്കാൻ പോകുന്നത് രക്ഷാശാസ്ത്രം എന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നതെന്ന് എന്ന് വേദപുസ്തകം എങ്ങനെ വിവരിക്കുന്നു. അതായത് വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന രക്ഷ എങ്ങനെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ 1-2 ആഴ്ചകളിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. ഈ രക്ഷാശാസ്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ എന്താണ് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കൃപ എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ട് ആണ് ശരിക്കും രക്ഷാശാസ്ത്രത്തിലേക്ക് കടക്കേണ്ടത്. കൃപ എന്ന വാക്ക് നമ്മൾ സാധാരണഗതിയിൽ വളരെ ലാഘവത്തോട് ഉപയോഗിക്കുന്ന വാക്കാണ്. പല സമയം നമ്മൾ പറയാറുണ്ട്, ദൈവത്തിൻ്റെ കൃപയാണ്, അല്ലെങ്കിൽ കൃപയാൽ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്, കൃപയാൽ എനിക്ക് വണ്ടിയിൽ നല്ല സീറ്റ് കിട്ടി, കൃപയാൽ എൻ്റെ മകന് അഡ്മിഷൻ കിട്ടി. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം കൃപ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം, ഈ പറയുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം കൂടെ നമ്മൾ പറയുന്നത് സാമാന്യ കൃപ എന്നാണ്. അതായത് കോമൺ ഗ്രേസ് എന്ന് പറയും. ഈ കോമൺ ഗ്രേസ്, ദൈവത്തിൻ്റെ കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് ദൈവം ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും അവരുടെ വിശ്വാസം നോക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും അവർ രക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും രക്ഷയുമായി ബന്ധമില്ലാത്ത അനേകം അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. രക്ഷയുമായി ബന്ധമില്ലാത്ത അനുഗ്രഹങ്ങളെല്ലാം ചേർത്ത് നമുക്ക് കോമൺ ഗ്രേസ് എന്ന് പറയാം. നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും ഒരുപോലെ ഊതിപ്പിക്കുന്ന മഴ, ആളുകൾ കൊടുക്കുന്ന ആരോഗ്യം. ചില ആൾക്കാർ അവിശ്വാസികളാണെങ്കിലും നല്ല ആരോഗ്യമുള്ളവരാണ്. ചില ആളുകൾ നല്ല ബുദ്ധി, ചില ആൾക്ക് നല്ല ബുദ്ധിയാണ്, അവർ കർത്താവിനെ അറിയുന്നവരൊന്നും അല്ല, പക്ഷേ നല്ല ബുദ്ധിയാണ്. ഇതെല്ലാം ദൈവം കൊടുക്കുന്നതാണ്, ദൈവത്തിൻ്റെ കോമൺ ഗ്രേസിൻ്റെ ഭാഗമാണ്. ഈ ഭൂമി നശിച്ചു പോകാതിരിക്കാൻ, ഈ ഭൂമി തീർത്തും ശൂന്യമായി പോകാതിരിക്കാൻ, ഇത് വീണു പോയതാണെങ്കിൽ പോലും ഇവിടെയും ജീവിക്കാൻ ഉള്ള ഗ്രേസസ്, കൃപകൾ ദൈവം നൽകിയിട്ടുണ്ട്. നമുക്ക് ആഹാരം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കോമൺ ഗ്രേസാണ്. ആഹാരം പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമല്ല, പ്രാർത്ഥിക്കാത്തവർക്കും ദൈവത്തെ വിശ്വസിക്കാത്തവർക്കും ദൈവം നൽകുന്നുണ്ട്. പക്ഷികൾക്കും വരെ നൽകുന്നുണ്ട്, എല്ലാ മൃഗജാലങ്ങൾക്കും നൽകുന്നുണ്ട്. അപ്പോൾ ദൈവം ഇങ്ങനെ ഒരിക്കലും രക്ഷയുമായി ബന്ധമില്ലാതെ, രക്ഷിക്കപ്പെടാത്തവർക്കല്ലാതെ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിലൂടെ, അതായത് ക്രൂശിലെ മധ്യസ്ഥതയിലൂടെ അല്ലാതെ നൽകുന്ന രക്ഷാകരമല്ലാത്ത ദാനങ്ങളെ നമുക്ക് പൊതുവെ പറയുന്ന പേരാണ് കോമൺ ഗ്രേസ് എന്ന് പറയുന്നത്. ഈ കോമൺ ഗ്രേസ് എന്തുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ കോമൺ ഗ്രേസ് ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് ഈ ലോകം ജീവിതയോഗ്യമാക്കുന്നതിന് അത്യാവശ്യമാണ്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നണ്ടേ, സന്തോഷം തോന്നണ്ടേ? ഇതെല്ലാം കോമൺ ഗ്രേസിൽ നമുക്ക് ലഭിക്കുന്ന അനേകം കാര്യങ്ങൾ. ശരീരത്തിൻ്റെ ആരോഗ്യം കോമൺ ഗ്രേസ്, അതായത് പൊതുവായ കൃപയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. പിള്ളേരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ, ഒരു വണ്ടി വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ജോലി കിട്ടുന്നത്, വീട് വയ്ക്കുന്നത്, ഇതെല്ലാം കോമൺ ഗ്രേസിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിശ്വാസിക്കും അവിശ്വാസിക്കും ദൈവം നൽകുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകമായി യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയിൽ വിശ്വസിക്കാതെ തന്നെ, ദൈവമുണ്ടെന്ന് പോലും വിശ്വസിക്കാത്ത അവസ്ഥയിൽ തന്നെ ദൈവം നൽകുന്ന ദാനങ്ങളെ നമ്മൾ പറയുന്നത് തന്നെ പൊതുവായ കൃപ, എല്ലാവർക്കും നൽകപ്പെടുന്ന കൃപ എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതെന്തുകൊണ്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് സഭകളിൽ ഇതുമാത്രം വിതരണം ചെയ്യുന്ന ഒരു ദുസ്ഥിതിയിലേക്ക് ആണ് ആളുകൾ നടത്തപ്പെടുന്നത്. ഏത് സഭയിൽ ചെന്നാലും എവിടെയും ഏറ്റവും പ്രധാനമായി പ്രഘോഷിക്കപ്പെടുന്നത് ഈ സാമാന്യ കൃപകളാണ്. ഈ സാമാന്യ കൃപകളെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് ബൈബിളിൽ അങ്ങനെ വാക്യങ്ങളുണ്ട്, ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തൻ്റെ ധനത്തിനൊത്തോണം തീർത്തു തരും. അത് ശരിയാണ്, തീർച്ചയായിട്ടും. ഞാൻ വർഷങ്ങളോളം സുവിശേഷ വേലയിലും മിഷൻ്റെ പ്രവർത്തനത്തിലും ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോഴും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ദൈവം അനുദിനം നടത്തുന്നുണ്ട്, ദൈവം അനുദിനം അത്ഭുതകരമായി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ അനുദിനം അത്ഭുതകരമായി നടത്തുന്ന ദൈവമാണ് എങ്കിൽ, അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ദൈവം എല്ലാം തീർത്തു തരുമെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം തീർക്കുമെങ്കിൽ, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ സമ്പാദിച്ചു വയ്ക്കുന്നത്? അങ്ങനെ ശരിക്കുമുള്ളൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമ്മൾ സമ്പാദിക്കാൻ പോവുകയില്ല. കാരണം എന്താണ്? ദൈവം ഓരോ ദിവസവും നടത്തുമല്ലോ. ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിലാണ് ഇത്രയും നാളും ജീവിക്കുന്നത്, ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അത് ദൈവം ചെയ്യുകയില്ലെന്ന് ആരും പറയുന്നില്ല, തൻ്റെ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായി കരുതുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, ഈ പുതിയ നിയമത്തിൽ ഇത്രയും ലേഖനങ്ങളും പുസ്തകങ്ങളും ഉണ്ട്. ഈ ഒരു വാക്യം വെച്ച് എത്ര സഭകളാണ് നടക്കുന്നത്? ഈ സഭകളിൽ ഇതൊരു മാത്രം ഒരു വിഷയമായിട്ട് വരാനുള്ള കാരണം എന്താണ്? ഇത് മാത്രം. എന്തുകൊണ്ടാണ്? രക്ഷയെക്കുറിച്ച്, എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്, എങ്ങനെയാണ് നമുക്ക് ഒരു നിത്യമായ വാഗ്ദത്തത്തെ ലഭിക്കുന്നത്, ഇതൊന്നും പറയാൻ പറ്റാതെ ജസ്റ്റ് സാമാന്യ അനുഗ്രഹങ്ങളെ മാത്രം നോക്കുന്ന എത്രയോ സഭകൾ നമ്മുടെ ചുറ്റുമുണ്ട്. എല്ലാ സഭകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പല സഭകളിലും വർഷങ്ങളായി അവർ പഴയ നിയമത്തിൽ നിന്ന് ഏതെങ്കിലും അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ ന്യൂ ജനറേഷൻ ചർച്ചുകൾ ഇറങ്ങുന്നത് മുഴുവൻ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. മിക്കവാറും ആൾക്കാർ പോകുന്നതിന് വേണ്ടിയാണ്. അതായത് ബിസിനസ് ശരിയാൻ വേണ്ടി. അടുത്ത് നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അടുത്ത് ഒരു അവിശ്വാസിയായ ഒരാൾ ബിസിനസ് തുടങ്ങി, അത് വലിയ സക്സസ് ആയി. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ദൈവം നമ്മളോട് ഇല്ല, എന്തോ തടസ്സമാണ്, അതുകൊണ്ട് തടസ്സം പരിഹരിക്കാൻ പ്രവാചകൻ്റെ അടുത്ത് പോകാം. ഈ പ്രശ്നപരിഹാരം, നമ്മുടെ അവസ്ഥകളുടെ മാറ്റം, ഇതെല്ലാം സാമാന്യ അനുഗ്രഹങ്ങളുടെ പേരിലാണ്. ഇന്ന് പല സഭകളിലും വർഷിപ്പ് ചെയ്യുന്ന പോലും സാമാന്യ അനുഗ്രഹങ്ങളുടെ പേരിലാണ്. പലപ്പോഴും ഈ സാമാന്യ അനുഗ്രഹങ്ങൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം ഞങ്ങൾ നടത്തിയ ദൈവത്തിന് സ്തോത്രം. അതെല്ലാവർക്കും പറയാം, നമ്മുടെ ഭരണാധികാരികൾക്ക് പറയാം, നമ്മുടെ ചുറ്റുമുള്ള ബിസിനസ്സുകാർക്ക് പറയാം, ഇവർക്കെല്ലാം പറയാവുന്ന കാര്യമാണത്. അപ്പോൾ ഈ കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു സഭ നടത്തിക്കൊണ്ട് പോകാൻ ഇന്നത്തെ മിടുക്കന്മാരായ ന്യൂ ജനറേഷൻ കൾട്ട് നേതാക്കന്മാർക്ക് നല്ല വശമാണ്. അവർ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ ആൾക്കാരെ കൊതിപ്പിക്കുകയും അവരെ ലോകമോഹികളാക്കി മാറ്റുകയും ഒരിക്കലും നടക്കാത്തൊരു വിടുതലിന് വേണ്ടി നാളെ എന്ന് പറഞ്ഞ് കാത്തിരിപ്പിക്കുകയും ഈ കാത്തിരിക്കുന്ന കാലമെല്ലാം ഇവരുടെ പോക്കറ്റിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു ചൂഷണ വ്യവസ്ഥയാണ് ഈ കോമൺ ഗ്രേസിൻ്റെ അനാവശ്യമായ പ്രചരണം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപകൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് ആദായമാർഗ്ഗമല്ല. എന്നാൽ കോമൺ ഗ്രേസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വലിയ ആദായമാർഗ്ഗമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് 1 കോടി രൂപ ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 10 ലക്ഷം പാസ്റ്ററിന് അവകാശപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് ഇത് വലിയ ആദായമാർഗ്ഗമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കിട്ടിയാൽ തീർച്ചയായിട്ടും അത് പ്രവചിച്ച പാസ്റ്ററിന് അതിൻ്റെ വിഹിതം കൊടുക്കും. അതൊക്കെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ അഭ്യാസങ്ങൾ തഴച്ചു വളരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം സാമാന്യ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ചോദിച്ചില്ലെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു പിതാവ്. ഇങ്ങനെയാണ് സാമാന്യ അനുഗ്രഹങ്ങളെ കർത്താവ് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 6-7 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചോദിച്ചില്ലെങ്കിലും നമ്മൾ നിലവിളിച്ചില്ലെങ്കിലും നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം തരും. അത് വേണ്ടതെല്ലാം തരാൻ ദൈവത്തിനറിയാം. നമുക്ക് എന്തെല്ലാമാണ് വേണ്ടതെന്നും ദൈവത്തിന് മാത്രമേ ശരിക്കും അറിയാവൂ. അപ്പോൾ സാമാന്യ അനുഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ശരിക്കും നമ്മുടെ വിശ്വാസം തളർന്നു പോവുകയാണ്. നമുക്ക് ശരിക്കും ദൈവം തരില്ല എന്നൊരു തോന്നൽ തോന്നുന്നതുകൊണ്ടല്ല ഇത്രയും ബഹളം വയ്ക്കുന്നത്. ദൈവം നമുക്ക് തരുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത്രയും ബഹളം വയ്ക്കേണ്ട കാര്യമുണ്ടോ? ഉദാഹരണത്തിന് നിങ്ങളുടെ മക്കളാരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് തരണേ അല്ലെങ്കിൽ ആഹാരം തരണേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിലവിളിക്കാറുണ്ടോ?
നിലവിളിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾക്കൊരു ദുഷ്ട മനസ്സുണ്ട്. നിങ്ങൾ കൊടുക്കാത്ത ആളാണെങ്കിലേ നിലവിളിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് മക്കളെ കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരാളാണ് എങ്കിൽ ഒരു കാരണവശാലും ഈ മക്കൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിലവിളിക്കേണ്ടി വരികയില്ല. ഈ മക്കൾ നിലവിളിക്കുന്നതിൻ്റെ കാരണം അവർ കഠിന ഹൃദയമുള്ളൊരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കാര്യം നോക്കിക്കോളും, നിങ്ങൾ പിതാവിൻ്റെ കാര്യം നോക്കാനാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ്. അവിടെ പറയുന്നത്, നിങ്ങൾ പിതാവിൻ്റെ കാര്യം, ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ദൈവം നിശ്ചയിച്ചോളൂ. അതേസമയത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം നമ്മൾ ഈ സാമാന്യ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ രാജ്യമല്ല, നമ്മുടെ രാജ്യമാണ് അന്വേഷിക്കുന്നത്. ഈ നമ്മുടെ രാജ്യം അന്വേഷിക്കുന്നിടത്താണ് ആദായമുള്ളത്. നമ്മുടെ രാജ്യം വലുതാവുക. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ദൈവത്തിൻ്റെ രാജ്യം എങ്ങനെയെന്ന് അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ മക്കളാകുന്നതും പ്രത്യേക കൃപകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതും. ഈ പ്രത്യേക കൃപകളുടെ വിതരണം, സാമാന്യ കൃപകളുടെ വിതരണവും ഒരുപോലെ നടക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധിക്കില്ല. നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞതാണ്. കാരണം അവിടെ പറയുന്നത്, നിങ്ങൾ ആകുലപ്പെട്ടാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെട്ടാൽ എന്ത് സംഭവിക്കും, നാളെ എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടോ ജീവനായിക്കൊണ്ടോ വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ മാമോനുമായി കോംപ്രമൈസ് ചെയ്യും. സാമാന്യ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇല്ലല്ലോ, അല്ലെങ്കിൽ നാളെ വേണമല്ലോ എന്ന ആങ്സൈറ്റി നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണത്തെ സ്നേഹിക്കേണ്ടി വരും, പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും, പണം മാമോൻ നിങ്ങളുടെ യജമാനായി വരും. അതേസമയത്ത് ദൈവരാജ്യം അന്വേഷിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കാതെ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യവും എൻ്റെ രാജ്യവും ഒരേ സമയത്ത് അന്വേഷിക്കാൻ സാധ്യമല്ല. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നല്ലോ, ഒരേ സമയത്ത് ബ്രിട്ടീഷ് രാജ്യവും ഇന്ത്യ മഹാരാജ്യവും ലഭിക്കുകയില്ല. ഏതെങ്കിലും ഒരെണ്ണം ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇന്ത്യ മഹാരാജ്യം മതിയായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇവിടുന്ന് പറപ്പിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥയും. നമ്മുടെ രാജ്യം വേണോ ദൈവത്തിൻ്റെ രാജ്യം വേണോ എന്നൊരു ചോദ്യം വരുമ്പം ദൈവത്തിൻ്റെ രാജ്യം മതി എന്ന് പറയാൻ, ദൈവം രാജാവായിരിക്കട്ടെ, അവൻ എൻ്റെ പിതാവാണല്ലോ, അവൻ എൻ്റെ ആവശ്യങ്ങൾ അറിയാമല്ലോ, അവൻ്റെ ഇഷ്ടമുള്ളത് മതി എന്ന് പറയുമ്പോഴാണ് നമ്മൾ മക്കളാകുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും പരസ്പരം കോൺഫ്ലിക്റ്റിംഗ് ആണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ, ആത്മീയതയിലേക്ക് വരുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, സാമാന്യ അനുഗ്രഹങ്ങൾ ദൈവം തരുന്നതാണല്ലോ, സാമാന്യ അനുഗ്രഹങ്ങൾ ദൈവം തരുന്നതാണ്, പ്രത്യേക അനുഗ്രഹങ്ങൾ ദൈവം തരുന്നതാണ്. അപ്പോൾ രണ്ടും ചോദിച്ച് മേടിച്ചുകൂടെ? രണ്ടും ചോദിക്കാം, രണ്ടും മേടിക്കാം. പക്ഷെ നമ്മുടെ ആത്മീയതയുടെ ഫോക്കസ് ഏതെങ്കിലും ഒരിടത്തേ ഇരിക്കുകയുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ലോകത്തെ അന്വേഷിക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അന്വേഷിക്കും. ലോകത്തെ അന്വേഷിക്കുന്നവർക്ക് അതേ സമയത്ത് തന്നെ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ സാധ്യമല്ല. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ആകുലപ്പെടരുത്. ആകുലപ്പെടുന്നവരെ പിടിക്കാനാണ് ഈ അന്ത്യകാല പ്രവാചകന്മാർ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആകുലതയില്ലെങ്കിൽ അവർ നിങ്ങളെ പിടിക്കില്ല. നിങ്ങൾക്ക് ആകുലത ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പിടിക്കും. നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലും, അവരുടെ അടുത്ത് അവർക്ക് പൈസ കൊടുക്കും, എന്നിട്ട് പറയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബിസിനസ് ശരിയാവുന്നില്ല. അവർ പറയാം പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇത് പൈസ മേടിച്ചിട്ട് നിങ്ങളുടെ തലയിലൊക്കെ പിടിച്ചൊന്ന് കുലുക്കി പ്രാർത്ഥിച്ചതായിട്ട് വരുത്തി വിടും. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ശരിയാവും. 10 ബിസിനസ്സുകാർ പ്രാർത്ഥിക്കുമ്പോൾ 2 പേര് ശരിയാവും. കാരണം സാമാന്യ അനുഗ്രഹങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ്. നിങ്ങൾ എവിടെ നോക്കിയാൽ അറിയാം. 10 ചായക്കട ഒരു കവരയിൽ തുടങ്ങിയാൽ, അത്രയും തുടങ്ങേണ്ട, 4 ചായക്കട ഒരു കവരയിൽ തുടങ്ങിയാൽ അതിനകത്ത് ഒരെണ്ണം സക്സസ് ആവും, 2 സക്സസ് ആവും, ബാക്കി പൂട്ടി പോകും. ഇത് ലോകത്തിലെല്ലായിടത്തുമുള്ള പ്രതിഭാസമാണ്. ദൈവം അങ്ങനെയാണ് സാമാന്യ അനുഗ്രഹങ്ങളെ കൊടുക്കുന്നത്. അപ്പോൾ ഈ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ തോക്കും. കാരണം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നവരെയും നിങ്ങൾ അവരുടെ ദാസനായിരിക്കുകയും നിങ്ങൾ വലിയ സമ്പത്ത് നേടുന്നവരെയും ഇവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ചൂഷണ വ്യവസ്ഥയാണ് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നത്. നമ്മുടെ ചുറ്റും ഇന്ന് പലതരം പ്രതിഭാസങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അതായത് ഊതി വീഴ്ത്തുന്നു, ഉന്തി വീഴ്ത്തുന്നു, വീശി വീഴ്ത്തുന്നു, ചവിട്ടി വീഴ്ത്തലിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. അതെപ്പോഴും അറിയത്തില്ല. ഇങ്ങനെ പല തരത്തിലുള്ള വീഴ്ചകളും ചിരി, വിശുദ്ധ ചിരി, ഇങ്ങനെയുള്ള പലതരം പ്രതിഭാസങ്ങൾ അവിടെ ഇവിടെ എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇതിനെയൊക്കെ ഇത്ര വിമർശിക്കുന്നത്, എന്തിനാണ് ഈ പ്രതിഭാസങ്ങൾ ഇത്ര വിമർശിക്കുന്നതെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന് ഒറ്റ കാരണങ്ങളുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവല്ല എന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ നിന്നാണ് വിമർശിക്കുന്നത്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി ആവുന്ന ആത്മാവാണ്. അതൊരിക്കലും സാമാന്യ കൃപകളെ പെരുപ്പിച്ച് കാണിക്കുന്ന ആത്മാവല്ല. ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പെരുപ്പിച്ച് കാണിക്കുകയും ലോകാനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതേസമയത്ത് ക്രിസ്തുവിനെക്കുറിച്ച് നിശബ്ദമായിരിക്കുകയും ചെയ്യുന്ന ആ സ്പിരിറ്റ്, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റാതെ പോകുന്ന ആ സ്പിരിറ്റ് തീർച്ചയായിട്ടും ദൈവികമല്ല. യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റാത്ത വ്യാപാരങ്ങൾ, ആത്മവ്യാപാരങ്ങൾ ഈ ബോധം കെട്ട് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവർ ഊതി വീഴ്ത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റസിയിലോ ഉന്മാദത്തിൽ പോകുമ്പോഴോ അവർ യേശു ക്രിസ്തു എന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചെന്നോ, കർത്താവിന് എനിക്കായി കാൽവരി ക്രൂശിൽ മരിച്ചെന്നോ, എൻ്റെ പാപങ്ങൾ, അസംഖ്യ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടുവെന്നോ പറയാനോ ഉൾക്കൊള്ളാനോ സംസാരിക്കാനോ ആർക്കും കഴിയില്ല. ആ സമയത്ത്
ആത്മാവ് ഒരു കാരണവശാലും ക്രിസ്തുവിനെക്കുറിച്ച് മിണ്ടുകയില്ല. കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രശസ്തനായ പെന്തക്കോസ്ത് പ്രസംഗകൻ വേറൊരാൾ എന്നെക്കുറിച്ച് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ പിന്നെ ഈ ആരാധന വെളിപ്പെടുകയില്ല. അതിനർത്ഥം എന്താണ്? ഞാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ആ സ്പിരിറ്റ് ഇതൊരു സ്പിരിച്വൽ വ്യാപാരമാണ്, ഒരു അന്യാഗ്നിയാണ്. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താത്ത ഒരു അന്യാഗ്നി, അത് കർത്താവിൻ്റെ നാമത്തിങ്കൽ അത് അണഞ്ഞു പോകും, അതിന് കത്താൻ പറ്റത്തില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ ശബ്ദം മാത്രം മതി. അത് ആര് പ്രസംഗിക്കുന്നുള്ളതല്ല. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ശരിയായ ഡോക്ട്രിൻ, ഉപദേശം, രക്ഷയെക്കുറിച്ചുള്ള ശരിയായ ഡോക്ട്രിൻ, ഉപദേശം ഇന്നത്തെ സഭകളിൽ ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അന്യാഗ്നി കത്തുന്നതാണ്. എത്ര പറഞ്ഞാലും ഈ ജനത്തിന് ഉപദേശം മനസ്സിലാവുകയില്ല. അവർ ഈ ചെവിയിലൂടെ കേട്ട് ആ ചെവിയിലൂടെ വിടാനുള്ള കാരണം, അവരുടെ ഹൃദയത്തിൽ ഇത് ഉറയ്ക്കാത്തതിൻ്റെ കാരണം ഈ അന്യാഗ്നി. എല്ലാ സഭകളിലും ഈ അന്യാഗ്നി, എല്ലാ സഭകളെന്ന് പറയുമ്പം ജനറലി പറയുന്നതാണ്, അല്ലാത്ത എത്രയോ നല്ല സഭകൾ എല്ലാ ഡിനോമിനേഷനിലും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് പൊതുവെ ഈ സമൂഹത്തിലെല്ലാം ഇങ്ങനെ ഈ സാമാന്യ കൃപകളുടെ അടിസ്ഥാനത്തിലുള്ള അന്യാഗ്നി കത്തുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തീയ അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടാകുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സഭകൾ ദൈവത്തിൻ്റെ പ്രത്യേക കൃപകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ലോകവ്യാപകമായൊരു പ്രതിഭാസമാണ്. മലയാളത്തിലെ പെന്തക്കോസ്തുകാരെക്കുറിച്ച് മാത്രമല്ല, ലോകവ്യാപകമായൊരു പ്രതിഭാസമാണ് ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കാത്ത സഭകൾ. ലാവോദിക്യ സഭയോടുള്ള ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ഇതാ കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ്. ഒരാൾ വാതിക്കൽ നിന്ന് മുട്ടിയാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം പുറത്താണെന്നാണ്. ശരിക്കും ലാവോദിക്യ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ സമ്പന്നരെന്ന് വിചാരിക്കുന്നത് ക്രിസ്തുവിലുള്ള സമ്പത്തല്ല എന്നുള്ളതാണ്. സമ്പന്നരെന്ന് വിചാരിക്കുന്നു, പക്ഷേ ക്രിസ്തു അകത്തില്ല. ക്രിസ്തു അകത്തില്ലാതെ നമ്മളെ ആത്മീക സമ്പന്നരാക്കുന്ന, അതായത് ക്രിസ്തുവിനെ വെളിയിൽ നിർത്തിക്കൊണ്ട് ആത്മീക സമ്പന്നരാക്കുന്ന, കുറേ നേരം ഉന്മാദത്തിലേക്ക് തള്ളിവിടുന്ന, വേറൊരു ആത്മാവിനെ കൊണ്ട് നമുക്ക് നിറവുണ്ടാക്കിപ്പിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ പ്രസൻസ് ഇല്ലാത്ത ഈ കള്ളവ്യാപാരങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യകാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. യേശുക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്ത ഒരു സ്പിരിറ്റും കർത്താവിൽ നിന്നുള്ളതല്ല, ദൈവത്തിൽ നിന്നുള്ളതല്ല. ഒരുപക്ഷെ അവർക്ക് വായ കൊണ്ട്, ബുദ്ധി കൊണ്ട് കർത്താവിനെ കൺഫസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ സ്പിരിറ്റ് കൊണ്ട് കൺഫസ് ചെയ്യാൻ പറ്റുകയില്ല. ഈ അന്യാഗ്നിയാണ് കത്തുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് ആത്മാവ് കൊണ്ട് യേശുക്രിസ്തുവിനെ കൺഫസ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരും ഈ ശുശ്രൂഷകരും എല്ലാം അന്യഭാഷ പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇവർ ഈ നിങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാത്തത്. കാരണം അതും ഇതുമായിട്ട് കണക്റ്റഡാണ്. പ്രിയ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള വഞ്ചനകൾ നിങ്ങളുടെ ചുറ്റും കാണുമ്പോൾ ഓർക്കുക, ക്രിസ്തുവിനെക്കുറിച്ചുള്ള നിർമ്മലമായ സ്നേഹം, ക്രിസ്തുവിനോടുള്ള നിർമ്മലമായ ഭക്തി, ആ നിർമ്മലമായ ഭക്തിയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന വിശ്വാസമല്ലാതെ വേറെ വിലയുള്ളതൊന്നുമില്ല ഈ ലോകത്തുനിന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടതാണ്. സ്നേഹത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ്, തികഞ്ഞ സ്നേഹത്തിലേക്ക്. അത് വിശ്വാസികളെ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ഏത് മനുഷ്യനെ കണ്ടാലും എമ്പതറ്റിക് ലവ്, ക്രിസ്തുവിൻ്റെ എമ്പതറ്റിക് ലവിലേക്ക് നമ്മളെ നടത്തുന്ന ആത്മാവ്, യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, രക്ഷയെ വെളിപ്പെടുത്തുന്ന, നമ്മളെ രക്ഷിച്ച ദൈവത്തെ, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവിനെ വെളിപ്പെടുത്തുന്ന, ആ ജീവനിലേക്ക് നമ്മളെ നടത്തുന്ന ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കുഴിയിൽ, ഏതെങ്കിലും ഒരു ഇടനിലക്കാരൻ, മധ്യസ്ഥൻ എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ഒരു തന്ത്രശാലിയായ ഉപദേശിയുടെ കീഴിൽ നിങ്ങൾ പെട്ടുപോകും. അവരാ തന്ത്രം നിങ്ങളുടെ മേൽ പ്രയോഗിക്കുകയും നിങ്ങളുടെ സ്വത്തുക്കളെ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. പൗലോസ് പറഞ്ഞ പോലെ, എനിക്ക് ശേഷം കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേറ്റ് അവർ മനുഷ്യരിൽ നിന്ന്, അതായത് വിശ്വാസികളിൽ തന്നെ ഉപജീവിക്കുന്ന, ഉപജീവിക്കുകയല്ല ചെയ്യുന്നത്, ഉപജീവിക്കാനുള്ള അധികാരം അവർക്കുണ്ട്, പക്ഷേ വളരെ വലിയ ധനവാന്മാരായി മാറുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ചുറ്റുമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരു കുടുംബത്തെ, ഇത് പറയുന്നുണ്ട്, ആ കുടുംബം ആരാന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാൻ പോകുന്നില്ല. ഒരു കുടുംബം വളരെ വർഷങ്ങളായിട്ട് ഒരു പ്രോസ്പെരിറ്റി ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ചർച്ചിൽ വളരെയധികം ഡെവലപ്മെൻ്റ് ഉണ്ട്, പാസ്റ്റർക്കും ഭയങ്കര ഡെവലപ്മെൻറ്റാണ്. പക്ഷേ ഇവർ ഇപ്പോൾ താമസിക്കുന്ന വീട് തന്നെ പോകുന്ന അവസ്ഥയിലാണ്. എത്രയോ വർഷങ്ങളായിട്ട് അവർ അടിമത്തത്തിലാണ്. അപ്പോൾ ഞാൻ അവരോട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടും വിടുതൽ വന്നില്ലേ? ഇല്ല. അത് അവർ വിചാരിക്കുന്ന അവരുടെ കുഴപ്പം കൊണ്ടാണെന്നാണ്. എൻ്റെ കുഴപ്പം കൊണ്ട് എനിക്ക് വിടുതൽ വരുന്നില്ല എന്ന് വിചാരിക്കുന്ന അനേകം പാവങ്ങൾ ഈ പാസ്റ്റർമാർ നയിക്കുന്ന സഭകളിലുണ്ട്. അവർ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇത് പറയുമ്പം, 2-3 പേരുടെ കൈ ഉയർത്തി സാക്ഷ്യം പറയുമ്പം, എത്ര നാളും പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടാതെ വഞ്ചിക്കപ്പെടുന്ന, ഈ കള്ളം വിശ്വസിച്ച്, വ്യാജ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഇതിനകത്ത് വന്ന് ഒന്നും ലഭിക്കാതെ പോകുന്ന അനേകം ആൾക്കാരുണ്ട്. അതാണ് ഈ സാമാന്യ കൃപകളുടെ വിതരണം നടക്കുന്ന സഭകളിൽ സംഭവിക്കുന്നത്. സാമാന്യ കൃപകളുടെ വിതരണത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിനാണ്. അത് ഇവിടെ നമ്മൾ എത്ര കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും ദൈവത്തിനറിയാം ഓരോരുത്തർക്കും എന്താണ് കൊടുക്കേണ്ടത്. അതനുസരിച്ചാണ് ദൈവം അത് നൽകുന്നത്. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഒരാളെ സമ്പന്നനാക്കാനും ദരിദ്രനാക്കാനും ദൈവത്തിന് സാധിക്കും. അത് ഓരോ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെ നടത്തണമെന്ന് ദൈവത്തിൻ്റെ വിവേക ബുദ്ധിയുടെ പേരിലാണത് പ്രവർത്തിക്കുന്നത്. ഇതിനിടയിൽ പല ആൾക്കാരും വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ്, ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഈ സാമാന്യ അനുഗ്രഹങ്ങളെ വിൽപ്പനച്ചരക്കാക്കി സമ്പാദിക്കുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ ചുറ്റുമുണ്ട്. ആ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് കാണുന്ന എല്ലാ ഫെനോമനയും വന്നിരിക്കുന്നത്. അതായത് ഈ വ്യവസ്ഥയും ആ വ്യവസ്ഥയും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ സ്പിരിച്വൽ ബന്ധമുണ്ട്, യേശുക്രിസ്തുവുമായിട്ട് ബന്ധമില്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സാമാന്യ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്വർഗവുമായോ രക്ഷയുമായോ അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ സാമാന്യ അനുഗ്രഹങ്ങൾക്കെതിരാണെന്ന്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു ഭാഷ ലഭിച്ചത് തന്നെ ദൈവത്തിൻ്റെ സാമാന്യ അനുഗ്രഹമാണ്. ഈ നാക്ക് ചലിപ്പിക്കാൻ എനിക്ക് പറ്റുന്നത് തന്നെ സാമാന്യ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സാമാന്യ അനുഗ്രഹങ്ങളെ ഓർത്തും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അതല്ല നമ്മുടെ സ്പിരിച്വാലിറ്റി. നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് എന്നുള്ളതാണ്, ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരാണെന്നുള്ളതാണ്. ഈ ലോകത്തിലെ എത്ര വലിയ സമ്പത്തും നമ്മളെ തൃപ്തിപ്പെടുത്തുകയില്ല. അതല്ല നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവാണ്, ക്രൈസ്റ്റ് എലോൺ എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരുന്നതാണ് ശരിക്കുമുള്ള വിക്ടറി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഏത് ആത്മാവിനെയും തിരിച്ചറിയുവാൻ അവരുടെ പ്രധാനപ്പെട്ട കൺഫെഷൻ ലോകമാണോ ക്രിസ്തുവാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഏത് ശുശ്രൂഷകരെയും നിങ്ങൾ നോക്കുമ്പോൾ, ഏത് സഭകളെ നിങ്ങൾ നോക്കുമ്പോൾ, ആ സഭയുടെ കൺഫെഷൻ എന്താണ്? ആ സഭയുടെ കൺഫെഷൻ ഏറ്റുപറച്ചത് എന്താണ്? ലോകം നിങ്ങൾക്ക് വലിയ അനുഗ്രഹം വച്ചിരിക്കുന്നു എന്നാണോ? കർത്താവ് അവൻ്റെ നിത്യമായ രാജ്യത്തിലേക്ക്, തേജസ്സിൻ്റെ മഹാരാജ്യത്തിലേക്ക് നിങ്ങളെ വാഗ്ദത്തങ്ങളോടുകൂടി ക്ഷണിക്കുന്നു എന്നുള്ളതാണോ? എന്താണ് നിങ്ങൾ കേൾക്കുന്നത്? നിങ്ങളുടെ സഭകളിൽ നിന്ന് പ്രത്യേകമായി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഉപദേശങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കാനൊരു കാരണം, ഇന്ന് കേരളത്തിൽ, മലയാള നാട്ടിൽ അനേകം ആളുകളും ഇങ്ങനെയുള്ള കുരുക്കുകളിൽ, അതായത് ഹിപ്നോട്ടൈസ്ഡ്, മാനസികമായ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട് ബ്രെയിൻ വാഷ്ഡായിപ്പോയി അനേകം ആളുകൾ ഇവർക്ക് അടിമകളായിരിക്കുന്നുണ്ട്. ഇവർ പറയും ഞങ്ങളെ വിമർശിച്ചാൽ, അഭിഷിക്തനെ തൊട്ടാൽ ദൈവം തട്ടിക്കളയും. ഇങ്ങനൊരു ഭീഷണി ഇതിൻ്റെ പറയുന്നത്. അവർക്ക് എന്ത് കണ്ടാലും പറയാനും പേടിയാണ്. ഇത് വളരെയധികം അപകടകരമായൊരു സിറ്റുവേഷനാണ്. പ്രിയ സഹോദരങ്ങളെ, അഭിഷിക്തൻ എന്ന വാക്ക് തന്നെ ഞാൻ ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അഭിഷിക്തൻ എന്ന വാക്ക് യേശുക്രിസ്തുവിന് മാത്രമാണ് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാവരും അഭിഷേകമുള്ളവരാണ്. നമുക്കെല്ലാവർക്കും അഭിഷേകമുണ്ട്. അപ്പോൾ അഭിഷേകമുള്ളവരെ എല്ലാവരെയും അഭിഷിക്തൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ, ഈ ശുശ്രൂഷകർ ഞങ്ങളെക്കുറിച്ച് നീ പറഞ്ഞാൽ നിന്നെ ദൈവം അടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചും പറയാം എനിക്ക് ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്, എന്നെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ ഇതേ അടി തന്നെയാണ് കിട്ടാൻ പോകുന്നതെന്ന് തിരിച്ചും പറയാം. കാരണം ഇവിടെ ഒരു പുരോഹിത വൃന്ദം ഉണ്ടാക്കപ്പെടുകയും അവർ ദൈവത്തോട് നമ്മളെക്കാൾ അടുത്തവരെന്ന് ഒരു ധാരണ ഉണ്ടാക്കുകയും അവരുടെ കയ്യിലൂടെ പ്രാർത്ഥിച്ചാലെല്ലാം ലഭിക്കുമെന്നൊരു തെറ്റായ ഫിലോസഫി ഉണ്ടാക്കുകയും അതിലൂടെ അനേകരെ അടിമകളാക്കുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥയോർത്ത് ദുഃഖം കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പറയേണ്ടി വരുന്നത്. എത്രയോ ആടുകളാണ് അടിമകളായി കഴിയുന്നത്, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ. കർത്താവ് അവർക്ക് വേണ്ടി പിതാവിൻ്റെ അടുത്ത് മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഇവിടെയുള്ള ഈ വഞ്ചകരുടെ ഇടയിൽ പെട്ടുപോയിരിക്കുന്നത്, അടിമനുഖത്തിൽ കഴിഞ്ഞു പോകുന്നത് എത്ര പേരാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹങ്ങൾക്ക്, സാമാന്യ അനുഗ്രഹങ്ങൾക്ക് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. എന്തിനാണ് ദൈവം ഇങ്ങനൊരു സാമാന്യ അനുഗ്രഹം നിങ്ങൾ ഈ ലോകത്ത് വെച്ചിരിക്കുന്നത്? സാമാന്യ അനുഗ്രഹങ്ങളുടെ പ്രത്യേകത താൽക്കാലികമാണെന്നുള്ളതാണ്. നമ്മൾ മരിക്കുന്നതോടെ തീരും. നമ്മൾ എന്ത് അനുഗ്രഹം പ്രാപിച്ചാലും മരിക്കുന്നതോടെ തീരും. നിങ്ങൾക്ക് സാമാന്യ അനുഗ്രഹങ്ങളെ കണ്ടെത്താനുള്ള വഴി അതാണ്. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എല്ലാ അനുഗ്രഹങ്ങളും, മനുഷ്യരുടെ അംഗീകാരം, അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത്, നമ്മുടെ വിദ്യാഭ്യാസം, ഇതൊന്നും നിത്യരാജ്യത്തിൽ യാതൊരു പ്രയോജനമുള്ള കാര്യങ്ങളല്ല. ഈ നിത്യരാജ്യത്തിന് ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ആ ഓവർ എംഫസിസ്, അതിനെക്കുറിച്ചുള്ള അതിയായ ഊന്നലാണ് ഇന്നത്തെ പ്രശ്നം. അല്ലാതെ സാമാന്യ അനുഗ്രഹങ്ങളല്ല പ്രശ്നം. ഓക്കെ, അപ്പോൾ സാമാന്യ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സാമാന്യ അനുഗ്രഹങ്ങൾ ദൈവം വെച്ചിരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ദൈവത്തെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കി എത്ര മനോഹരമായ ലോകം ദൈവത്തിൻ്റെ സാമാന്യ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. നമ്മളിത് കാണുമ്പോൾ എന്താ പറയുന്നത്? ഒരു സൃഷ്ടിതാവായ ദൈവമുണ്ട്. ഈ സാമാന്യ അനുഗ്രഹങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട് എന്ന് നമ്മളോട് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ്. അതാണ് ഒന്നാമത്തെ ഈ സാമാന്യ അനുഗ്രഹങ്ങൾ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ചില സമയത്ത് കർത്താവ് അവൻ്റെ അടയാളമായി, അതായത് ദൈവം ആര് എന്നുള്ള അടയാളമായി നമുക്കത് വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി, നമ്മൾ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് കർത്താവ് ആരെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ചിലപ്പോൾ അത്ഭുതങ്ങളിലൂടെ നമ്മൾ നടത്തിയെന്ന് വരാം. കർത്താവ് പല സമയത്തും പുതിയ നിയമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് യേശുക്രിസ്തു ആരാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ അതിനുവേണ്ടി നിലവിളിച്ച് കരഞ്ഞടക്കേണ്ട കാര്യമില്ല. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം തന്നെയാണ്. നമ്മൾ അത്ഭുതങ്ങളെ നിഷേധിക്കുകയല്ല, പക്ഷെ നമ്മുടെ ലക്ഷ്യം അത്ഭുതങ്ങളല്ല.
നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടിയാണ്. നമ്മൾ സഭയിൽ കൂടി വരുന്നത്, അപ്പം നുറുക്കുന്നത് അത്ഭുതങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല, യേശു ക്രിസ്തുവിനെ ലഭിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഏറ്റവും വലിയ നിത്യതയിലേക്കുള്ള ഏറ്റവും വലിയ ധനം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സാമാന്യ അനുഗ്രഹങ്ങൾ നല്ലതായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ റിലീജിയൻ, നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ അസംബ്ലി, നമ്മുടെ കൂടിവരവ്, നമ്മുടെ വർഷിപ്പ്, നമ്മൾ ദൈവത്തിന് പിന്നാലെ പോകുന്നത് ഈ സാമാന്യ അനുഗ്രഹങ്ങൾ അന്വേഷിച്ചുകൊണ്ടല്ല. അത് ദൈവം നമുക്ക് സൗജന്യമായി അവൻ്റെ ജൂറിസ്ഡിക്ഷനിൽ അവൻ്റെ ഇഷ്ടം പോലെ ദാനമായി നൽകുന്നതാണ്. നമ്മൾ ശരിക്കും അന്വേഷിച്ചുകൊണ്ട് പോകേണ്ടത്, കർത്താവെ നിന്നെ എനിക്ക് വേണം, ഐ നീഡ് യു ലോഡ്. നീ അല്ലാതെ ആർക്കും എന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. എൻ്റെ അകത്തെ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ കർത്താവെ നീ എൻ്റെ ഹൃദയത്തിൽ ഇല്ലാതെ സാധിക്കില്ല. നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. യു ആർ ദ സെൻറ്റർ ഓഫ് മൈ ലൈഫ്, ഹെഡ് ഓഫ് മൈ ചർച്ച്. ഐ എം ഓൺലി ആൻ ഓർഗൻ ഓഫ് ദാറ്റ് ചർച്ച്. ഞാനൊരു അവയവം മാത്രമാണ്. കർത്താവ്, നീയാണ് ഞങ്ങളുടെ സഭയുടെ തലയായ കർത്താവ്. നിൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ സഭയിൽ നടക്കേണ്ടത്. നിൻ്റെ സ്വഭാവമാണ് ഞങ്ങൾ ഓരോരുത്തരിലേക്കും വരേണ്ടത്. ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ഏറ്റവും വലിയ കൊതി, ഏറ്റവും വലിയ ആഗ്രഹവും ഞെരക്കവും. ഇതിനു വേണ്ടിയാണ് ഡോക്ടറിൻ നമ്മൾ പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയല്ല. ഡോക്ടറിൻസ് നമുക്ക് ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുന്ന പഥ്യോപദേശമാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ മുൻപിൽ അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾ അങ്ങയെ തന്നെ അന്വേഷിക്കുവാൻ, അങ്ങയുടെ സ്വഭാവം അന്വേഷിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒന്നും അതിനേക്കാളും വലുതായോ ഞങ്ങളെ മോഹിപ്പിക്കുന്നതായോ ഉണ്ടാകാതിരിക്കുവാൻ കർത്താവ് ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് തന്നെ വരുന്നു. അങ്ങയുടെ വെളിപ്പാടിനാൽ ഞങ്ങൾ നിറയ്ക്കണം. കർത്താവ്, അങ്ങയോടുള്ള ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ ജനിപ്പിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? പഞ്ചമുറിവുകളേറ്റവനെ, വേദന സഹിച്ചു പിടഞ്ഞവനെ, യൂതരാൽ നിന്നേറ്റവനെ, പാടുകൾ സഹിച്ചവനെ. പഞ്ചമുറിവുകളേറ്റവനെ, വേദന സഹിച്ചു പിടഞ്ഞവനെ, യൂതരാൽ നിന്നേറ്റവനെ.